ചാലിൽ കഴുത്തോളം വെള്ളത്തിൽ നിൽക്കുന്ന ചേലുറ്റ വെള്ളാമ്പൽ കൊണ്ടു നൽകാൻ വഞ്ചളി എത്ര ചവിട്ടി ഞാൻ തീരത്ത് പുഞ്ചിരിയൊന്നു വിരിഞ്ഞു കാണാൻ എൻതോഴി ചൊല്ലുകിൽ ചന്ദ്രനെ കൂടിയും തണ്ടോടറുത്ത് ഞാൻ കൊണ്ടു നൽകാം. വൈലോപ്പള്ളിയുടെ വരികളാണിത്. ഇഷ്ടമുള്ളവരുടെ, നാം സ്നേഹിക്കുന്നവരുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ ജീവിതങ്ങളിൽ പുഞ്ചിരിയും സന്തോഷവും ഒക്കെ വിടർന്നു കാണാനാണ് പലപ്പോഴും മലയാളികൾ പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ലോകത്ത് എവിടെ പോയാലും തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തങ്ങളുടെ കുടുംബാംഗങ്ങൾ, തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തങ്ങളുടെ വ്യക്തികളൊക്കെ സന്തോഷത്തോടെയും സുഖപ്രദമായും ഒക്കെ ജീവിക്കുന്നുവെന്ന് ഒരു ബോധ്യമുണ്ടാകുവാൻ വേണ്ടിയാണ് പല സമയങ്ങളിലും നാം മലയാളികൾ നാട്ടിലേക്ക് സ്ഥിരമായി ഫോൺ ചെയ്യുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും എല്ലാവരുടെയും കാര്യങ്ങൾ കൂടുതൽ കരുതലോടുകൂടി ശ്രദ്ധിക്കുകയും കൃത്യമായ സമയങ്ങളിൽ ചിലപ്പോൾ പണമയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും പ്രവാസ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ, പ്രവാസ ജീവിതത്തിൻ്റെ വിഹ്വലതകൾ, വിരഹങ്ങൾ, ഇതൊക്കെ പലപ്പോഴും നമുക്ക് സമ്മാനിക്കുന്നത് നാടിനെ കുറിച്ചുള്ള മധുരതരമായ ഓർമ്മകളായിരിക്കാം, നഷ്ടപ്പെട്ടു പോയ ചില സ്വപ്നങ്ങളായിരിക്കാം. എന്തു തന്നെ ആയാലും അവയിൽ ചിലതൊക്കെ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഓരോ മലയാളി മനസ്സുകൾക്ക് മുൻപിൽ സമർപ്പിക്കുകയാണ് ഇന്നത്തെ ആസറ്റ് ഹോംസ് അമേരിക്കൻ കഫേ. ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് സോങ് കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ വിശേഷങ്ങൾ പറയാനുള്ള ഒരു ലെറ്റർ ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. പക്ഷെ ലെറ്റർ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ അടുത്തും പ്രത്യേകം പറയാണ്, വേഗം ഫോൺ കോൾ ചെയ്തോളും. നമുക്ക് പറയുവാനുള്ള വിശേഷങ്ങൾ നേരിട്ട് പറയുന്നതിൻ്റെ ഒരു സുഖം എന്തായാലും ലെറ്ററിനുണ്ട്. ബട്ട് സ്റ്റിൽ ഒന്ന് എല്ലാവരോടും സംസാരിക്കാനുള്ള കൊതി കൊണ്ട് പറയണം. ഫസ്റ്റ് ലെറ്ററിലേക്ക് കടക്കാം. ഹലോ ആൻ, ഐ എം സുഖീത് റാവോ ഫ്രം ലാസ് വെഗസ്. I'm a sous chef here at a restaurant, and please don't confuse with the name. I'm from Fort Kochi, and I still don't have words to explain on how I miss the place and my friends over there. My great Nana Chetan Rao settled in Kochi for business, and thus our ties with the big city began. My father and his brothers insisted as kids to speak in Malayalam so that we would never feel apart from the rest of our friends there. Later on, I started enjoying Malayalam movies and became a hardcore fan of Suresh Gopi. ഇപ്പം ജോലി ചെയ്യുന്ന ഒരാളൊക്കെ ആവുമ്പോഴേക്ക് അപ്പം നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും, നമ്മളുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് സുരേഷ് ഗോപിയുടെ ഡയലോഗ്സ് എന്നൊക്കെ പറയുന്നത് ഒരു ഡും 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 ഡയലോഗ്സ് ആണ്. അത് കേൾക്കുമ്പോഴേക്കും ഒരു എന്താ പറയുക, എന്തോ ഒരു വെടിക്കെട്ട് നടക്കുന്നത് പോലെയാണ് തലയ്ക്കുള്ളിൽ. എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു എന്നൊരു തോന്നലാണ്. പിന്നെ മാത്രമല്ല, അന്നത്തെ കാലത്തൊരു ശുഭിത യൗവനം എന്നൊക്കെ പറയുന്നത് മലയാളത്തിലെ ഒരു സുരേഷ് ഗോപിയുടെ ക്യാരക്ടേഴ്സ് ആയിരുന്നു, എസ്പെഷ്യലി പോലീസ് ക്യാരക്ടേഴ്സ്. ഇത് കാണുമ്പം മേ ബി ഗേൾസിനേക്കാൾ കൂടുതൽ കേട്ടോ ബോയ്സിനായിരിക്കും കൂടുതൽ എക്സൈറ്റഡ് ആവുന്നത്. സിൻസ് ഇങ്ങനെ ഡയലോഗ്സ് പറയുന്ന പോലീസ് ഓഫീസേഴ്സ് ഒക്കെ മലയാളത്തിൽ കുറച്ച് കാലത്തിന് ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ ക്യാരക്ടേഴ്സ് ത്രൂ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സുഗീത് പറയുന്ന ആ ഒരു ഫീലിംഗ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. A few months before I even met him here, and it was a pure pleasure and surprise for me. And since the Navratri is approaching, I eagerly wait to join our family and friends in India. But for the time being, please play a song for my sisters Moti, Hira, my parents Nana and Nani. Sisters nokka bhayangara expensive aayittulla perukalanallo ittirikkunna. Tell them I long for the aloo paratha, aviyal, lassi and jalebis from our kitchen. എന്തായാലും ആലു പൊറാട്ടയുടെ കൂട്ടത്തിൽ അവിയൽ എന്നുള്ളൊരു കോമ്പിനേഷൻ ഇതുവരെയും പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നു. ഇതുവരെയും ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഓരോരുത്തർക്കും ഇഷ്ടമാവുന്ന ടേസ്റ്റുകൾ പലതായിരിക്കും, ഇഷ്ടമാവുന്ന കോമ്പിനേഷൻസ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു കോമ്പിനേഷൻ ആയിരിക്കും ആലു പൊറാട്ടയും അവിയലും ഒക്കെ. എന്തായാലും ലസ്സിയും ജിലേബിയും ഒക്കെ കിച്ചണിൽ നിന്ന് മിസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് സുഗീത് റാവു. സുഗീത് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിൽ ജീവിക്കുകയും ഇപ്പം എന്താ പറയുക, പാലിൽ പഞ്ചസാര കലക്കുന്നത് പോലെ നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗമായി മാറുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് കേരളത്തിൽ. ഇതിപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ വന്ന് താമസിച്ച് കേരളത്തിൽ സെറ്റിൽ ഡൗൺ ചെയ്ത് ഇവിടെ ബിസിനസ് ചെയ്തിട്ടുള്ള കുറേ പേര്, എസ്പെഷ്യലി ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റാം. ഇതേപോലെ പല പല ഭാഗങ്ങളിലും കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന തൊഴിലാളികളായാലും ബിസിനസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും അവരുടെയൊക്കെ പ്രസൻസ് വർഷാവർഷം ഇങ്ങനെ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും മലയാളം മാത്രമേ അറിയൂ എന്ന് പറയുന്നതിൻ്റെ അത് കാര്യമില്ല. ഇവരും മലയാളം സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു. പക്ഷേ
എന്നെ പോലുള്ളവർക്കൊക്കെ ഹിന്ദി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആദ്യമൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പല ബുദ്ധിമുട്ടായിരുന്നു പല സ്ഥലങ്ങളിലും ചെന്നിട്ട്. പക്ഷേ പിന്നീട് കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് കേരളത്തിലാണെങ്കിൽ പോലും ഇപ്പം നമുക്ക് കാര്യങ്ങളൊന്നും സുഗമമായി നടക്കണമെങ്കിൽ ഹിന്ദിയൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന്. കാരണം പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും ഹിന്ദി അറിയാവുന്ന ആൾക്കാരായിരിക്കും ചിലപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ ചെല്ലുമ്പോഴായിരിക്കും ഒരു കടയിൽ ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്തായാലും സുഗീതിൻ്റെ പേരൻസ് എടുത്തിട്ടുള്ളത് വളരെ നല്ലൊരു ഡിസിഷനാണ്. മാത്രമല്ല മലയാളം സിനിമകളൊക്കെ ഇത്രയധികം എൻജോയ് ചെയ്യുന്ന ഒരാൾ ഇപ്പോഴും കേരളത്തിൽ നിന്ന് മാറി നിന്നിട്ടും ഇപ്പോഴും നമ്മുടെ സുരേഷ് ഗോപിയെ നമ്മുടെ ലാലേട്ടനെ നമ്മുടെ മമ്മൂക്കയൊക്കെ ഓർക്കുന്ന ഒരാൾ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു വല്ലാത്ത സന്തോഷം. എന്തായാലും സുഗീതിൻ്റെ സിസ്റ്റേഴ്സ് മോത്തി ഹീര, പേര് ഞാൻ മറന്നിട്ടില്ല കേട്ടോ, നാനി പേരൻസ്, അച്ഛൻ്റെ ബ്രദേഴ്സ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഒരു സോങ് പ്ലേ ചെയ്യാൻ പോകുന്നത് ആസ് അറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ. ആസ് അറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിലെ നമ്മുടെ ആദ്യത്തെ കുഞ്ഞു ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. വിശേഷങ്ങൾ പറയുവാൻ അല്ലെങ്കിൽ നമ്മളോട് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ചോദിക്കാനുള്ള ലെറ്റർ എൻ്റെ കയ്യിൽ ഇങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാനിപ്പം നമ്മൾ ലാസ്റ്റ് കണ്ടത് ലാലേട്ടൻ്റെ ഒരു പുതിയ മൂവിയിലെ ഒപ്പത്തിലെ ന്യൂ ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു. ഞാനൊരു ഇടയ്ക്കൊരു കോള് വരുന്നുണ്ടോന്നുള്ളൊരു കൺഫ്യൂഷനാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നത്. അപ്പോൾ ഒരു കോള് വരുന്നുണ്ട് എന്ന് തോന്നിയിട്ടാണ് ഒന്ന് സ്റ്റക്കായി പോയത്, സോറി. പക്ഷെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ ഇതിലൂടെ ഒരു റോഡിലും അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തിരക്ക് പിടിച്ച് യാത്ര ചെയ്യുമ്പോഴൊന്നും ആയിരിക്കില്ല പലപ്പോഴും അറിയുന്നത്. അത് ആരെങ്കിലും ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്ത് നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് തരുമ്പോഴാണ് നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാവുന്നത് ഇത്രമാത്രം ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന്. എസ്പെഷ്യലി നമ്മുടെ കായലുകളും വാട്ടർ വേസും ഒക്കെ എത്രമാത്രം മറ്റുള്ളവരെ ആകർഷിക്കുന്നതാണ്, എത്രമാത്രം അതിൻ്റെ അകത്ത് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്നൊക്കെ നമ്മൾക്ക് ഇങ്ങനെയുള്ള ചില മൂവീസിലൂടെയാണ് പ്രത്യേകിച്ച് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് അതൊരു പ്രിയദർശൻ മൂവി ആകുമ്പോൾ അതിലെ വിഷ്വൽസ് എന്ന് പറയുന്നത് അത് കാഴ്ചക്കാർക്ക് എത്രയായാലും ഒരു ട്രീറ്റ് തന്നെയായിരിക്കും. മാത്രമല്ല ലാലേട്ടൻ കൂടി വരുമ്പോൾ ലാലേട്ടൻ്റെ ഒരു പ്രഭാവം അല്ലെങ്കിൽ ആ ഒരു ഈസിനെസ് ഇൻ ആക്ടിങ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ പ്രോപ്പർലി ബ്ലെൻഡ് ഇൻ ചെയ്യുന്നതാണ്. എല്ലാ കാലത്തും പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇങ്ങനെ നല്ല നല്ല ചിത്രങ്ങളാണ് മലയാളികൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതേപോലെയുള്ള കുറേ ചിത്രങ്ങളാണ് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ പ്രതീക്ഷകളൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ, നമുക്ക് നെക്സ്റ്റ് ലെറ്റർ വായിക്കാം കേട്ടോ. ഹാപ്പി ഓണം. ഇപ്പോഴാണ് അവിടെ ഓണമായത്. ഐ എം ജിൻഷ സേവ്യർ ഫ്രം സാൻ ഡിയേഗോ. We are having our Onam celebrations next weekend. അപ്പോൾ ഓണം ഇതുവരെ ആയിട്ടില്ല എന്ന് പറയാം. ഇതിപ്പോൾ അവിടെ ഞായറാഴ്ച ആണല്ലോ. അടുത്ത വീക്കെൻഡിലേക്കാണ് ഓണത്തിൻ്റെ സെലിബ്രേഷൻസ് ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ജിൻഷ. ആൻഡ് അവർ ടീം വിൽ ബി ഹാവിങ് എ സ്പെഷ്യൽ തിരുവാതിര പെർഫോമൻസ് ദെൻ. My husband and his team will be having a good song performance also on that day. Our kids will be having a small one-act play. And as far as our family is involved in each and every art and cultural festivals we are having here. Anyways, we are enjoying the whole life over here, especially when we are having Malayali clubs, enjoying the celebrations, enjoying the major festivals and all. Please play a song for all of us and wishing you all a very happy Onam. പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഓണമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവിടുത്തെ ഓണം സെലിബ്രേഷൻസ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല പലയിടത്തും ഓണം സെലിബ്രേഷൻസ് ഈ പറഞ്ഞതുപോലെ തന്നെ ഓണം കഴിഞ്ഞിട്ട് 1-2 മാസത്തേക്കൊക്കെ നീണ്ടു നിൽക്കും അല്ലേ. കാരണം നമുക്കറിയാം എത്രയായാലും ഓണം എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ വീക്കെൻഡ്സിൽ മാത്രം ആഘോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ചിലയിടത്തെങ്കിലും മാറിയിട്ടുണ്ട്. കാരണം ഓണത്തിൻ്റെ അവിടെയൊന്നും ഒരിടത്തും ലീവ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ലീവ് ഉണ്ടെങ്കിൽ തന്നെ അത് ഫാമിലിയുടെ കൂടെയും ബാക്കിയുള്ള ദിവസങ്ങൾ വീക്കെൻഡ്സ് എല്ലാവരും ഒന്ന് ഒത്തുചേരാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഒരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടെ ഒത്തുചേരാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഓണം ആഘോഷങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആഘോഷത്തിൻ്റെ കാര്യമാണ് ജിൻഷ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജിൻഷ പറഞ്ഞതുപോലെ ഗംഭീരമായിട്ടുള്ള ഒരു ഓണം ആഘോഷം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ജിൻഷയ്ക്കും ജിൻഷയുടെ ഹസ്ബൻഡിനും ഇതിപ്പം എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ പിക്ചേഴ്സൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിക്ചേഴ്സാണ്. താങ്ക്സ് ഫോർ ഇറ്റ്. അപ്പം ഇതിൻ്റെ പിക്ചേഴ്സ് മാത്രമല്ല, ഓണം സെലിബ്രേഷൻ കഴിഞ്ഞതിൻ്റെ പിക്ചേഴ്സ് കൂടെ നമ്മൾക്ക് അയച്ചു തരും. അതൊക്കെ കണ്ട് ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. എന്തായാലും നിങ്ങളും ഞങ്ങളെപ്പോലെ തന്നെ ഓണം ആഘോഷിക്കുന്നുണ്ടെന്ന് കേൾക്കുകയും അത് കാണുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഓണാഘോഷങ്ങളുടെ തിരക്കിനിടയിലും ജിൻഷ നമുക്ക് ലെറ്റർ അയച്ചു. നമ്മളുടെ വിശേഷങ്ങളെ അറിയാൻ വേണ്ടി താല്പര്യം കാണിച്ച് ജിൻഷയ്ക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മൾക്ക് നെക്സ്റ്റ് ഒരു സോങ് കാണാം. ജിൻഷയ്ക്കും ഹസ്ബൻഡും ജിൻഷയുടെ ടീമിനും ദ ഹോൾ മലയാളി കമ്മ്യൂണിറ്റി ഓവർ എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് അടുത്ത സോങ് ആസ് ഇറ്റ് ഹോംസ് അമേരിക്കൻ കഫേ.
ഇനി നമ്മൾക്കൊരു കഥ കേൾക്കാം അല്ലേ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് മുൻപ് പറഞ്ഞതേ ഉള്ളൂ അല്ലേ, നമ്മൾ ലാലേട്ടൻ മൂവിയിൽ വരുന്നതിനെ പറ്റിയിട്ടും ലാലേട്ടൻ്റെ ഓരോ എസ്പെഷ്യലി ഓരോ സോങ് സീക്വൻസിൽ ലാലേട്ടൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പെഷ്യൽ സന്തോഷം. നമ്മൾ മലയാളികൾക്ക് അത് എത്ര വർഷമായിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക സ്നേഹപൂർവ്വം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ വന്നിരുന്നത് ഒരു കുഞ്ഞ് പാമ്പിൻ്റെ കഥയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു പാമ്പ് ഒരു കാർപ്പൻ്റർ അയാളുടെ മുറിയിലേക്ക് അയാൾ എങ്ങനെയോ വീട് പൂട്ടിയിട്ട് അയാൾ വീട്ടിൽ പോണ സമയത്ത് ഇതെങ്ങനെയോ ഒളിച്ചും പാത്തുമൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ സാധാരണഗതിയിൽ പാമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നോക്കണം, അതിങ്ങനെ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എല്ലാം വാച്ച് ചെയ്ത് അതിന് എന്തെങ്കിലും കഴിക്കാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടോ എന്ന് നോക്കും. വല്ല എലിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെറിയ ജീവികളെയാണ് ഇത് തിരയുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ വീട് വെച്ചു എന്നേ ഉള്ളൂ, പക്ഷെ പലപ്പോഴും നമ്മൾ ഇവരുടെയൊക്കെ ഒരു ആവാസ വ്യവസ്ഥയുടെ മേലെയാണ് വീട് വെക്കുന്നത്. അപ്പോൾ ഇതിന് സാധാരണ തെരഞ്ഞു നടക്കുന്ന വഴികൾ അതിലൂടെ വീണ്ടും അത് നടക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ നടക്കല്ല, ഇങ്ങനെ ഇഴഞ്ഞിങ്ങനെ പോകുമ്പോൾ ആ വഴിയിൽ ഒരു കുഞ്ഞ് കോടാലി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ കോടാലിയിൽ തട്ടിയിട്ട് ഇതിൻ്റെ വാല് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. അപ്പോൾ ഇത്തിരി ശൗര്യമുള്ള കൂടിയ ഒരു പാമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ദേഷ്യം വന്നിട്ട് അതെന്ത് ചെയ്തെന്നറിയാമോ, തിരിച്ചതിനിട്ടൊരു കടി കൊടുക്കാൻ നോക്കി. പക്ഷെ എന്ത് ചെയ്യാം, കോടാലി എന്ന് പറയുമ്പോൾ അതിന് നല്ല മൂർച്ച ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് കടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇതിൻ്റെ വായയെ മുറിഞ്ഞു. ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് ഈ പാമ്പ് എന്ത് ചെയ്തെന്നറിയാമോ, ഈ കോടാലിയിൽ ചുറ്റി വരിഞ്ഞ് പിണഞ്ഞ് അതിനെ എങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റിൽ ഈ ഒരു ആക്സ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല, ഒരു മെഷീനൊന്നും അല്ല അവിടെ ഇരിക്കുന്നത്. അത് മറ്റേതോ ഒരു ജീവി ഇതിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നലാണ് ഇതിനുള്ളത്. എന്ത് തന്നെ ആയാലും നമുക്കറിയാം ഒരു ആക്സിനെ ഒരു പാമ്പ് ചുറ്റി വരഞ്ഞാൽ എന്താവും സ്ഥിതിന്ന്. അതിൻ്റെ മൂർച്ചയുള്ള അതിൻ്റെ മുകൾ ഭാഗം തട്ടി എന്തായാലും അതിന് മരിക്കുകയേ നിവൃത്തിയുള്ളൂ അല്ലേ. എന്തായാലും പിറ്റേ ദിവസം രാവിലെ കാർപ്പൻ്റർ വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നത് ആർക്കും പ്രയോജനമില്ലാതെ അതിൽ കയറിയ ഒരു പാമ്പ് അത് നോക്കൂ ഒരു കോടാലിയിൽ തട്ടി മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. പലപ്പോഴും മനുഷ്യരുടെ കാര്യങ്ങളും ഇങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളെ യാതൊരു രീതിയിലും ബോധർ ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണലൈസ് ചെയ്ത് കാണാത്ത ചില പ്രശ്നങ്ങൾ പോലും നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചേ മതിയാവൂ, അല്ലെങ്കിൽ അവരോട് എനിക്ക് എങ്ങനെയും എതിർപ്പ് പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ തിരിച്ച് പ്രതികാരം ഉണ്ടാവണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതിനുവേണ്ടി തന്നെ നമ്മുടെ മൈൻഡ് ആ വശത്തേക്ക് തിരിച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ ലൈഫിലും ഇതേപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും എന്നാണ് പറയാം. അതായത് ഇങ്ങനെ അവർക്കോട് എതിർപ്പ് പ്രകടിപ്പിച്ചു അവരോട് ദേഷ്യം പ്രകടിപ്പിച്ചും ഒക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല നല്ല നിമിഷങ്ങളും നമ്മൾക്ക് നഷ്ടപ്പെടും എന്ന് കൂടിയാണ് പറയുന്നത്. കഥയിൽ ചോദ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദ്യമില്ല എന്ന് തന്നെ പറയാം. പക്ഷെ കഥയിൽ ചില ഉത്തരങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞുകൂടാത്ത ചില ചോദ്യങ്ങൾക്കുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരങ്ങളാണ് കഥകളിലുള്ളത്. എന്ന് തന്നെയായാലും കഥയുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിൽ നല്ലൊരു സോങ് കാണാം. അതിനുശേഷം തിരിച്ചെത്താം. നിങ്ങളോടൊപ്പം ഞാൻ ആൻപാലിയാണ് ഉള്ളത്. ആസിഡ് ഹോംസ് അമേരിക്കൻ കഫേയിലെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഏറ്റവും പുതിയതായിട്ടുള്ള കുറേ പാട്ടുകളായിരുന്നു. ഇപ്പോൾ ഓണം ആയതുകൊണ്ടേ ഓണം കഴിഞ്ഞതുകൊണ്ട് തിയേറ്ററിലൊക്കെ നിറയെ പുതിയ മൂവീസാണ്. അപ്പോൾ ഈ മൂവീസൊക്കെ പലരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓണം കഴിഞ്ഞിട്ട് മേ ബി എക്സാംസും അതിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഓരോ മൂവീസ് കാണാൻ പോകാമെന്നായിരിക്കും. എന്തായാലും വൈവിധ്യമാർന്ന ഒരുപാട് മൂവീസ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല പലതിൻ്റെയും തീംസൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടും ആസ്വദിച്ചും ഒക്കെയാണ് പലരുടെയും ഓണക്കാലം ഇങ്ങനെ തീർന്നുകൊണ്ടിരുന്നത്. നമ്മൾ മലയാളികൾക്ക് എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭാഷയിലുള്ള മൂവീസ് കേൾക്കാൻ നമ്മുടെ ഭാഷയിലുള്ള പാട്ടുകൾ കേൾക്കാൻ ഒരിക്കലും ഒരു മടി ഉണ്ടാവില്ല അല്ലേ. ഇനിയിപ്പോൾ എത്ര തന്നെ നമ്മൾ ഹിന്ദി മൂവീസിനെ തമിഴ് മൂവീസിനെ ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇടയ്ക്കെങ്കിലും നമ്മുടെ സ്വന്തം മലയാളം കണ്ടില്ലെങ്കിൽ മനസ്സിനാകെ ഒരു സങ്കടമാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ ഓരോരോ ശീലങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ശീലങ്ങളൊക്കെ പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ വർഷങ്ങൾ ചെല്ലുന്തോറും. ബട്ട് സ്റ്റിൽ നമ്മുടെ ചില പ്രത്യേകമായിട്ടുള്ള ഇഷ്ടങ്ങൾ മാത്രം മനസ്സിലിങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ലെറ്ററിലേക്ക് കിടക്കാം. അയ്യോ കോൾസ് എല്ലാം എന്ത് പറ്റി, എന്താണ് കോൾസ് വരാത്തത് എന്നുള്ളൊരു ആകുലതയാണ് കേട്ടോ ഇവിടെ. എന്താണെന്ന് നോക്കാം. എന്തായാലും ലെറ്റർ വായിക്കാം ആ സമയത്തിനുള്ളിൽ. My dear Malayalis, I miss my Kerala when I have to eat alone, watch TV alone and travel alone. I have 9 cousins and we all were living in one single place, though in different houses. Bracket എഴുതിയിരിക്കുന്നു. We used to meet on every evening, share our stories and have a good time together.
Our November and festivals were the best time in my life. We all had our fun together, especially when my elder cousin sisters were about to get married. I still remember the best time we had when there was all the festivities happening inside our home. For the celebrations, for the weddings, for each and every other weekends, we have some more other special occasion to enjoy our days and enlighten our life with so much of love, laugh and hugs together. Anyways, I miss all my cousins, my aunts, my uncles, my parents, my grandparents. ഇത്തവണ വന്നിരിക്കുന്ന ലെറ്റേഴ്സ് കൂടുതലും വലിയ വലിയ ഫാമിലീസിൽ താമസിച്ച് ഒരുപാട് കൂട്ടുകുടുംബങ്ങളൊക്കെ ആയിട്ട് താമസിച്ചിട്ടുള്ളവരുടെ ലെറ്റേഴ്സാണ് തോന്നുന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡേ, ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഞാൻ അനില പെയിന്റ് വിളിച്ചെന്നാണ്. പണ്ടും വിളിച്ചിട്ടുണ്ട്. ആണല്ലേ? ഓ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം സുഖമായിട്ടിരിക്കണം. കണ്ടോണ്ടിരിക്കുന്നു, വിളിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആണോ? എന്താന്നറിയില്ല, ഇന്ന് ആദ്യം വന്നിട്ടുള്ള 1-2 കോൾസ് ഒക്കെ കട്ടായി പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി കോൾസിന്. അത് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാം. ഞാൻ വിളിച്ചാൽ കിട്ടുമെന്ന് അറിയാൻ വിളിച്ചു. ആണല്ലേ? ഓക്കെ, അപ്പൊ വിളിച്ചാ കിട്ടിയല്ലോ എന്തായാലും. പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? വേറെ നമ്പറിലാണോ ആദ്യം വിളിച്ചത്? ഇതിലെപ്പോഴും ഒരു നമ്പർ കാണും. ഈ നമ്പർ തന്നെ വേറെ ഫോണിൽ നോക്കി അത് കിട്ടാവുന്നപ്പോൾ ഞാൻ പിന്നെ ലാൻഡ് ഫോൺ തന്നെ വേറെ നമ്പർ എടുത്ത്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? ഓണം നന്നായിരുന്നു. ഇന്നലെയായിരുന്നു നമുക്ക് ഇവിടുത്തെ സെയിന്റ് ലൂയിസിലെ മലയാളി അസോസിയേഷൻ ഇന്നലെയായിരുന്നു. ആണല്ലേ? അപ്പൊ ഇന്നലെ കേരള സാരിയൊക്കെ ഉടുത്തോ? കേരള സാരിയൊക്കെ ഉടുത്ത് നമ്മള് മലയാളികൾ ഇപ്പൊ വന്ന് കേരള സാരി ഉടുക്കുന്നത് ഓണത്തിനും വിഷുവിനും എന്ന് മാത്രമായിട്ട് ചുരുക്കിയിട്ടുണ്ടല്ലേ? ആ അതെ, തലേദിവസം നമ്മളെല്ലാം പോയി വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്ത് അവിടെ തന്നെ കുക്ക് ചെയ്ത് ഇന്നലെ കുക്ക് ചെയ്തോ? എന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ? കേൾക്കട്ടെ. വിഭവങ്ങൾ നമ്മുടെ സദ്യയുടെ എല്ലാം ഉണ്ടായിരുന്നു. വാഴലയിൽ, നല്ല ഒറിജിനൽ വാഴലയിൽ തന്നെ നല്ല ഫുഡ് എല്ലാം. പിന്നെ എന്റെ മാവേലിയായിട്ട് ഉണ്ടായിരുന്നു. മാവേലിയായിട്ട് വന്നു. പിന്നെ പാട്ട് പാടി. ഞാനിപ്പോഴും സാധാരണ പാട്ട് പാടാറുണ്ട്, അതുപോലെ പാടി. പിന്നെ കൊറേ പേരുണ്ടായിരുന്നു. 500 ആളുകളുണ്ടായിരുന്നു. കുട്ടികളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? എല്ലാ പിള്ളേരുടെ കുറെ പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അങ്ങനെ അങ്ങനെ. ഓക്കെ, എന്താ പാട്ട് പാടിയത്? ഏത് പാട്ടാ പാടിയത്? ഞാൻ പണ്ട് എടുത്ത് ചോദിച്ചിട്ട് ഇതുപോലെ തന്നെ ഞാൻ പാടി. പണ്ട് ഞാൻ ഇപ്രാവശ്യം ഇന്നലെ പാടിയത് ചക്കര പന്തല്ലെന്നുള്ള പാട്ട്. അപ്പൊ നമുക്ക് ഇന്ന് അത് കേൾക്കാം അല്ലേ? പാടൂ, കേൾക്കട്ടെ. പെട്ടെന്ന് പാടാൻ പറയുമ്പോ പെട്ടെന്നല്ലോ, ഇത് പാടിയതല്ലേ ഇന്നലെ, അപ്പൊ പിന്നെ നന്നായിട്ട് ഓർമ്മയുണ്ടാവും. പാടിയേ പറ്റൂ. പാട്ട് അറിയാവുന്ന ഒരാൾ വിളിച്ചിട്ട് പാട്ട് പാടിയില്ലെങ്കിൽ അതൊരു കഷ്ടല്ലേ, ഒരു സങ്കടം. അതുകൊണ്ടാ പറയൂ. ചക്രവർത്തി കുമാരാ ആദ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ചക്കര പന്തലിൽ. പെട്ടെന്ന് പാടാൻ പറയുമ്പോൾ ശ്വാസം പെട്ടു. അയ്യോ, ഞാനങ്ങ് ആസ്വദിച്ച് വരുമായിരുന്നു. ആ മോഹമൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ, അതുപോലെ പാടാൻ എനിക്കും ഒരു മോഹം. മനസ്സിലായില്ലേ? നന്നായിട്ടുണ്ട്, നന്നായി പാടുണ്ട്. എസ്പെഷ്യലി നമ്മൾ ആ ശരിക്കും എന്താ പറയാ, ആ ഒറിജിനൽ വേർഷൻ കേൾക്കുന്നത് പോലെ തന്നെയുണ്ട്. ചെറുപ്പത്തിലൊക്കെ പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഒട്ടും പഠിച്ചിട്ടില്ല. ഇവിടെ വന്ന് സെയിലേഴ്സ് വന്നിട്ട് മലയാള അസോസിയേഷനൊക്കെ അവര് പാടിച്ചിട്ടൊക്കെ അല്ലാതെ വീട്ടില് പാട്ടൊന്നും അങ്ങനെ പഠിച്ചിട്ടില്ല. ആ, അപ്പൊ ഈ കഴിവ് ചെറുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റാതെ പോയി. മനസ്സിലായില്ലേ? ഇവിടെ വന്ന് അല്ലെങ്കിൽ നാട്ടിലുള്ള പറഞ്ഞോളൂ. പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ കോളിംഗ്. നന്നായിട്ട് പാടിയിരിക്കുന്നു. മാത്രമല്ല, ഇനി വിളിക്കുമ്പോൾ നമുക്ക് മറ്റൊരു സോങ് കൂടി ചോദിക്കാം. ഇപ്പൊ ഇതൊക്കെ തന്നെയാണ് പറയുന്നത് കേട്ടോ. പലപ്പോഴും നമ്മുടെ ടാലൻസ് എന്താണെന്ന് തിരിച്ചറിയാൻ ചില സമയത്ത് നമ്മൾക്ക് കുറച്ച് വൈകും. ചിലപ്പോൾ ചെറുതിലേ തന്നെ നമ്മൾക്ക് അതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് പല രൂപത്തിൽ, പല ഭാവത്തിലായിരിക്കും വരുന്നത്. ഇപ്പോഴെന്തായാലും ഇങ്ങനെയുള്ള അസോസിയേഷൻസും കാര്യങ്ങളും സംഭവങ്ങളും കൾച്ചർ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഓരോരുത്തർക്കും പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നത്. എന്തായാലും താങ്ക്സ് ഫോർ കോളിംഗ്. ഇനിയും വിളിക്കുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് എഡ്മിനോട് വിശേഷങ്ങൾ നമ്മൾക്ക് ചോദിച്ചറിയാം. നെക്സ്റ്റ് ഒരു സോങ് ഇരിക്കുന്നു ആസ് ഇറ്റ് ഹോംസ് അമേരിക്കൻ കഫേയിൽ.
ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഒരു സോങ് ആയിരുന്നു അല്ലേ ഇത്. പലപ്പോഴും നമ്മുടെ ലൈഫിലെ നമ്മളുടെ ഇഷ്ടങ്ങൾ നമ്മുടെ താല്പര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഓരോ പ്രായത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ മറ്റാരൊക്കെയോ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വഴിയെ തന്നെ സഞ്ചരിക്കുവാനാണ് പലർക്കും ഇഷ്ടം. പക്ഷെ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ്, അതല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോഴാണ് ദൈവമേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലേ എന്നൊരു ചിന്ത മനസ്സിൽ മുളയ്ക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്, ഒരു ബൾബ് കത്തുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കേട്ടോ, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ ഒക്കെ വേറൊരു വഴിക്കായിരുന്നു. അതല്ലെങ്കിൽ കൃഷി ചെയ്യുക, പിന്നെ കുട്ടികളെ നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എഗെയിൻ അവരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില പ്രത്യേക ഇഷ്ടങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു എന്ന്. അതിലൊന്ന് ഇപ്പൊ എന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കോൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. ഹലോ, ആരാണത്? എന്റെ പേര് വർഗീസ് എന്നാണ്. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? ന്യൂയോർക്കിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ, എന്തൊക്കെയാണ് വർഗീസ് അച്ചായ ന്യൂയോർക്കിലെ വിശേഷങ്ങൾ? ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആണല്ലേ. ഇലക്ഷൻ ചൂടും തിരക്കും ഒക്കെ എങ്ങനെയുണ്ട്? ഹലോ, ഹലോ, പറഞ്ഞോളൂ. ഞാൻ ഇലക്ഷൻ ചൂടൊക്കെ ഇങ്ങനെ നാളെ ഇവിടെ ലോങ് ഐലൻഡിലെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ശ്രദ്ധ അങ്ങോട്ടേക്ക് കാതോർത്ത് വെച്ചിരിക്കുകയാണ്. ജോലിയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ജോലിക്ക് കൊണ്ട് പോവുന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ, നമ്മുടെ കാര്യം നടക്കണം. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും നമുക്ക് നമ്മളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ആരാ ചെയ്യാനുള്ളത് അല്ലേ? അതൊക്കെ അതാണ് പ്രധാനപ്പെട്ട കാര്യം. നാട്ടിൽ എവിടെയായിരുന്നു സ്ഥലം എന്ന് പറഞ്ഞത്? പന്തളം. ഞാൻ ഓർക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ വിളിക്കുന്നത്. പന്തളം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ഇപ്പൊ നിറയെ ആൾക്കാർ, കൂടുതൽ വിസിറ്റേഴ്സ് ഓരോ വർഷവും ചെന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് പന്തളം അല്ലേ? നാട്ടിൽ പോയി കഴിയുമ്പോൾ നാട്ടിലെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റാറുണ്ടോ? എല്ലാരും നാട്ടിൽ തന്നെ ഉണ്ടോ? ഓക്കെ, എപ്പോഴെങ്കിലും നമുക്ക് നാട്ടിൽ പോകാൻ പറ്റാറുണ്ടോ? അതോ ഫാമിലി അവിടെ ആയതുകൊണ്ട് അവിടെ തന്നെയാണോ വെക്കേഷൻ ഒക്കെ? ആഹാ, എന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ് 18th. ഓക്കെ, വൈഫിന്റെ പേര് പറഞ്ഞോളൂ. സോഫിയ. ഓക്കെ, സോഫിയ ആന്റിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു 3 ക്യാരക്ടേഴ്സ് പറഞ്ഞേ, നമ്മളൊക്കെ ഒന്ന് കേൾക്കട്ടെ. ഏറ്റവും ഇഷ്ടമുള്ള 3 സ്വഭാവം, 3 കാര്യങ്ങൾ. എല്ലാ കാര്യത്തിനും നല്ലതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും, നല്ലൊരു ചിന്തിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും. ഓക്കെ, പിന്നെ എല്ലാ കാര്യത്തിലും പഞ്ചലാണ്. ഓക്കെ, പിന്നെ എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, 3 എല്ലാ കാര്യങ്ങളെ കുറിച്ച്. ഓക്കെ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2005 വിവാഹം കഴിഞ്ഞത് അല്ലേ? ഓക്കെ, അപ്പം ഒരു 11 years അല്ലേ? ഓക്കെ, 10 years. ഓക്കെ, ഫൈൻ, 10 years ആയി. അപ്പം ഈ ഒരു 10 yearsലെ വിവാഹ ജീവിതം എന്നൊക്കെ പറയുമ്പോഴേ ഒരു എന്താ പറയാ, പ്രറ്റി ലോങ് ടൈം, ഒരാളെ ഓൾമോസ്റ്റ് മനസ്സിലാക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഭാര്യയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ താങ്കളെ പറ്റിയിട്ട് എന്തൊക്കെയായിരിക്കും ഒരു നല്ല കാര്യങ്ങൾ പറയുന്നത്? എന്നാലും പറയാൻ സാധ്യതയുള്ളത് എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ഇഷ്ടമാവാൻ സാധ്യതയുള്ളത്? അതല്ലെങ്കിൽ ഇഷ്ടമാവാൻ സാധ്യത ഇല്ലാത്ത എന്തെങ്കിലും സ്വഭാവം ഉണ്ടോ? ആലോചിച്ചിട്ടില്ല ഇതുവരെ? ചോദിച്ചിട്ടില്ല. ഓക്കെ, അതൊരു എന്താ പറയാ, അതൊരു കുറവൊന്നുമല്ല. ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമാണ്, ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല. അതൊരു കുറവായിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ല. എന്തായാലും നമ്മളുടെ എല്ലാ പ്രേക്ഷകരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടല്ലോ സോഫിയ എന്ന ഭാര്യയെ പറ്റിയിട്ടുള്ള നല്ല 3 കാര്യങ്ങൾ. ഇത് വൈഫിന്റെ അടുത്ത് തന്നെ പറയൂ.
മേ ബി അതായിരിക്കും അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ബർത്ത്ഡേ ഗിഫ്റ്റ്. എന്നാലും നമ്മളുടെ എല്ലാവരുടെയും ഭാഗ നല്ലൊരു ബർത്ത്ഡേ വിഷ് കൊടുക്കുകയാണ് സോഫിയ ചേച്ചിക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് പാടിക്കൊണ്ട് നമ്മൾക്ക് നെക്സ്റ്റ് സോങ് കാണാം. ആസ് അറ്റ് ഹോം അമേരിക്കൻ കഫേ. കുട്ടികളായിരിക്കുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്നൊന്ന് വലുതായാൽ മതി, വലിയ ആൾക്കാർ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാമെന്നാണ്. പക്ഷെ വലുതായി കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കുട്ടിത്വത്തിലേക്കും അല്ലെങ്കിൽ ആ ഒരു ബാല്യകാലത്തിന്റെ നിഷ്കളങ്കതകളിലേക്കും ഒക്കെ ഒന്ന് തിരിച്ചു പോകണം എന്നാണ്. പല കുട്ടികളുടെയും പ്രാർത്ഥനകൾ കേട്ടിട്ടുള്ളത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രാർത്ഥനകളാണ് ഓരോ കുട്ടികളും നടത്തുന്നത്. ചിലർ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത് എത്രയും പെട്ടെന്ന് നാളെ ഒന്ന് മഴ പെയ്യണേ, എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റാണ്ടിരിക്കണമേ എന്നാണ്, വീട്ടിലിരിക്കാൻ പറ്റണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലർ പ്രാർത്ഥിക്കുന്നത് അതല്ല, എനിക്ക് നല്ലൊരു കുഞ്ഞനിയൻ വേണമേ, അനിയത്തി വേണമേ. ചിലർ പ്രാർത്ഥിക്കുന്നത് നല്ലൊരു പെറ്റ്സ് കിട്ടണമേ, അല്ലെങ്കിൽ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റണമേ എന്നൊക്കെയാണ്. അവരുടേത് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളായിരിക്കും, കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിരിക്കും. ജീവിതം അവർ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ടായിരിക്കും. പക്ഷെ പിന്നീട് വലുതാവുമ്പോഴാണ് അറിയുന്നത് അത്തരം ചെറിയ കാര്യങ്ങൾ പോലും ലൈഫിനെ എത്രമാത്രം ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ദിവസങ്ങളും അല്ലെങ്കിൽ നമ്മൾ നോക്കിയിരിക്കുന്ന ഓരോരോ വലിയ വലിയ കാര്യങ്ങളുണ്ടല്ലോ, പലപ്പോഴും ആ വലിയ വലിയ കാര്യങ്ങളില്ലാതെ ചെറിയ 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 കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ കൊച്ചുകുട്ടികളെ പോലെ തന്നെ നമ്മുടെ ലൈഫിൽ വലിയ അഡൽട്സ് ആകുമ്പോഴും ടെൻഷൻ ഉള്ളപ്പോഴും ഒക്കെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമെന്നുള്ളത് ലൈഫിൻ്റെ മറ്റൊരു ഫാക്ടർ കൂടിയാണ്. ഈ ഒരു ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരിപ്പുണ്ടാവും. പക്ഷേ ഈ കാത്തിരിക്കുന്നത് കൂടിയും ഒരു സന്തോഷമുള്ളൊരു കാര്യമാക്കി ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുമ്പോഴാണ് ലൈഫിൽ കുറേയൊക്കെ എൻജോയ്മെൻറ്റ് കിട്ടുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ മലയാളികൾക്ക് എൻജോയ് ചെയ്യുവാൻ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഇഷ്ടമുള്ള ഒരു സിനിമ കാണുമ്പോൾ, ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുമ്പോൾ, പഴയ ഒരു സുഹൃത്തിൻ്റെ അടുത്തൊന്ന് സംസാരിക്കുമ്പോൾ, ഏറ്റവും ഇഷ്ടമുള്ള കുറേ കോളേജ് ഫോട്ടോസ് ഒന്നുകൂടെ തിരഞ്ഞെടുത്ത് നോക്കുമ്പോൾ, വീട്ടിലെന്തെങ്കിലും പഴയ നല്ല നല്ല ഓർമ്മകളിലേക്ക് ഒന്ന് ചേക്കേറി പോകുമ്പോഴൊക്കെ നമുക്ക് മനസ്സുകളിൽ സന്തോഷവും സമാധാനവും ഒക്കെ തിരിച്ചു കിട്ടും. എന്തായാലും ഈ ആഴ്ചത്തെ തിരക്കുകളിലേക്ക് നൂഴ്ന്നിറങ്ങുന്ന ഓരോ മലയാളികളുടെ മനസ്സുകളിലും എന്തെങ്കിലുമൊക്കെ പഴയ നല്ല ഓർമ്മകളും ഇഷ്ടമുള്ള കാര്യങ്ങളും, അത് മാത്രമല്ല ഇഷ്ടപ്പെടാൻ നമ്മൾ താല്പര്യത്തോടെ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെങ്കിൽ ഈ ആഴ്ച നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുത്തും. വീണ്ടും കാണാം അടുത്ത ആഴ്ച. അതുവരേക്കും യാത്രാമൊഴി ചോദിക്കുകയാണ് ആൻ എന്ന ഞാൻ.